ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്നാണ് സമാപിക്കുക. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടാണ് ഈ സമാപനം ഉണ്ടാകുക. 64 കോടിയോളം ആളുകൾ കുംഭമേളയ്ക്ക് എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി പ്രയാഗ്രാജിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൽറാം, ഏതാണ്ട് നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിക്ക് താഴെ ആളുകൾ കുംഭമേളയ്ക്ക് എത്തിയെന്നാണ് പറയുന്നത്. സ്ഥിരീകരിച്ച കണക്കുകളാണോ ഇത്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രയാഗ്രാജിൽ നിന്ന്? വെരി ഗുഡ് മോർണിംഗ് SKN. പ്രയാഗ്രാജിൽ മഹാകുംഭമേള കഴിഞ്ഞ 45 ദിവസമായി നടന്നു വരികയാണ്. ആ മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. കഴിഞ്ഞ 1.5 മാസത്തോളമായി രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വിശ്വാസ കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമായി ഈ പ്രയാഗ്രാജിലെ മഹാകുംഭമേള തുടരുകയായിരുന്നു. ഈ ഒരു കാലയളവിനിടെ 64 കോടി ജനങ്ങൾ മഹാകുംഭമേളയിൽ എത്തി സ്നാനം ചെയ്തു ത്രിവേണി സംഗമത്തിൽ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ലഭ്യമാക്കുന്ന കണക്കുകൾ. ഇതിൽ പലരും പകുതിയോളം പേർ പല തവണ സ്നാനത്തിനായി ഇവിടെ എത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 7 തവണ വരെ മഹാകുംഭമേളയിൽ സ്നാനത്തിനായി എത്തിയതായുള്ള കണക്കുകൾ ഉത്തർപ്രദേശ് സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംഖ്യ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് സർക്കാർ ലഭ്യമാക്കുന്ന സംഖ്യ പരിഗണിക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയോളം പേർ മഹാകുംഭമേളയിൽ ഈ കുംഭമേള നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, സമാപന ദിവസമാണ് എന്നതിനോടൊപ്പം തന്നെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇന്നത്തെ സ്നാനം എന്നുള്ളത് അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്ന് അനുഭവപ്പെടും എന്ന് നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ മേള നഗരിയിലേക്ക് വലിയ ജനപ്രവാഹം ഉണ്ട്. 2 കോടിയോളം പേർ ഈ ദിവസം സ്നാനത്തിനായി എത്തും ത്രിവേണി സംഗമത്തിൽ എന്നാണ് കണക്കാക്കുന്നത്. അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അർദ്ധസൈനികരെയും പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ പ്രതിദിനം 1.25 കോടിയോളം പേരാണ് ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു എന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ കുംഭമേള നഗരിയിൽ തന്നെ വലിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ക്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ന് സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ കുംഭമേളയുടെ സമാപനവുമായി ബന്ധപ്പെട്ട പൂജ, മറ്റ് ചടങ്ങുകൾ എല്ലാം തന്നെ നടത്തുന്നത് വാരണാസിയിൽ വെച്ചാണ്. അവിടെയായിരിക്കും സന്യാസി സമൂഹത്തിന്റെ ചടങ്ങുകൾ. അതേസമയം പൊതുജനങ്ങൾ എത്തി ഇന്ന് സ്നാനം ചെയ്യുന്നത് മഹാകുംഭമേളയിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലാണ്. ഇനി അടുത്ത കുംഭമേള എന്നുള്ളത് നാസിക്കിലാണ് 2027-ൽ. അതേസമയം പ്രയാഗ്രാജിൽ ഇനി 2031-ൽ 6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പ്രയാഗ്രാജിൽ ഇനി കുംഭമേള നടക്കുക. SKN. താങ്ക് യു.